ഹായ്, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ? അൽഹംദുലില്ലാ. നമ്മളിപ്പോൾ ഈ കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് ഇറങ്ങിയ ഒരു ഫോമാണല്ലോ SIR ഫോം. ഈ ഒരു ഫോം പൂരിപ്പിക്കാനായിട്ട് നമ്മളെല്ലാവരും നെട്ടോട്ടം ഓടുന്നുണ്ട്. നമുക്കാകെ ബേജാറ്, ഇതെങ്ങാനും തെറ്റിപ്പോയാൽ ഇന്ത്യയിൽ നിന്ന് പൗരത്വം കിട്ടുകയില്ലല്ലോ, ഇന്ത്യയിൽ നിന്ന് നമ്മളെ പുറത്താക്കുമോ എന്നുള്ള ഒരു ബേജാറ്. നമുക്ക് അതിനെ തൊട്ട് ഒരുപാട് ടെൻഷൻ അടിക്കുകയും അത് ആകെ ബേജാറായിട്ട് ആ ഫോം എടുത്ത് നമ്മൾ നെട്ടോട്ടം ഓടി പൂരിപ്പിക്കുകയും ചെയ്യുന്ന തിരക്കിലാണല്ലോ. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തായാലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ഫോം നിങ്ങളുടെ ജീവിതത്തിൽ പൂരിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഈ ഒരു ഇന്ത്യയിൽ താത്കാലിക ജീവിതമാണ്. ഈ ഒരു ഇന്ത്യയിൽ നമുക്ക് പൗരത്വം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഏത് നിമിഷവും പടച്ചറപ്പിൻ്റെ അടുത്തേക്ക് പോകും. ഇന്ത്യയിൽ നമ്മൾ പൗരത്വം നേടിവെക്കണം. നേടിവെച്ചാലും നമുക്ക് കുറച്ച് കാലത്തേക്ക് നമുക്കത് ഉപകാരപ്പെടുകയുള്ളൂ. നമ്മളത് ജീവനോടെ ഉള്ള കാലത്ത് മാത്രമാണ് നമുക്ക് അതിനെ കൊണ്ടുള്ള പ്രയോജനവും ഉള്ളൂ. അപ്പോൾ നമ്മൾ പൂരിപ്പിക്കേണ്ട വലിയൊരു ഫോമാണ് ഇത്. പടച്ചറപ്പിൻ്റെ കോടതിയിൽ, പടച്ചറപ്പിൻ്റെ മുന്നിൽ നമുക്ക് സ്ഥാനമുണ്ടോ? അവിടെ നമുക്ക് പൗരത്വമുണ്ടോ? മുത്തു ഹബീബ് നമ്മളെ സ്നേഹിക്കുമോ? നമുക്ക് നാളെ മഹ്ശറയിൽ വെച്ച് ഒരു കിതാബ് കിട്ടാനില്ലേ? ഏടുകൾ, ആ ഒരു ഏടുകൾ നമുക്ക് ഏത് കയ്യിലായിരിക്കും? അപ്പോൾ നമ്മൾക്ക് പടച്ചറപ്പിൻ്റെ മുന്നിൽ വിജയിക്കാൻ കഴിയുമോ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ എത്ര പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർക്കണം. നമ്മൾ ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ ഏത് നിമിഷവും പടച്ചറപ്പിൻ്റെ മുന്നിൽ പോവാൻ റെഡിയായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ നാളത്തേക്ക് മാറ്റിവെക്കാതെ നമ്മൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പടച്ചറപ്പിൻ്റെ പൗരത്വത്തിൽ നമുക്ക് പൗരത്വം കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് നാളെ പടച്ചറപ്പിൻ്റെ മുന്നിൽ വിജയിക്കാനായിട്ട് നമ്മൾ ഈ ദുനിയാവിൽ നമ്മുടെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുക. പടച്ചറബ് പറഞ്ഞതൊക്കെ നമ്മൾ അനുസരിക്കുകയും ചെയ്യുക. ഖുർആൻ പാരായണം ചെയ്യുക. ദിവസവും അല്ലാഹു റബ്ബി എന്നുള്ള ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കുക. ഒരു ദിവസം ഒരു 100 സ്വലാത്തെങ്കിലും നമുക്ക് വേണ്ടി നാം ചൊല്ലുക. അതുപോലെ നമ്മൾ ഖുർആൻ പാരായണം അധികരിപ്പിക്കുക. മുൽക്ക് സൂറത്ത് ഡെയിലി ഒരു വട്ടമെങ്കിലും ഓതാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഖബറിലെ ശിക്ഷകളൊക്കെ അല്ലാഹു അകറ്റിത്തരും. നല്ലത് മാത്രം സംസാരിക്കുക, ചീത്ത കാര്യങ്ങൾ വെടിയുക. ഇങ്ങനെ നാം ദുനിയാവിൽ നല്ലത് മാത്രമേ ചെയ്താൽ അള്ളാഹുവിൻ്റെ മുന്നിലും നമ്മൾ നല്ലവരായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ.